ലഞ്ച് കഴിച്ചിട്ട് വരുന്ന വഴിയാണ് ഞങ്ങൾ പിള്ളേർക്കുള്ള ഫുഡ് കൊണ്ട് റൂമിലെത്തി. അവർക്ക് അവിടെ നിന്ന് ഫുഡെല്ലാം കൊടുത്ത് അവിടെ കുറച്ച് നേരം ഉറങ്ങിയിട്ടാട്ടോ ഞങ്ങൾ ബീച്ചിലോട്ട് ഇറങ്ങാമെന്ന് കരുതിയത്. ആക്ച്വലി ഞങ്ങൾ ആദ്യം നമ്മുടെ സ്റ്റേയുടെ പുറകിലുള്ള പ്രൈവറ്റ് ബീച്ചിലേക്ക് പോകാമെന്നായിരുന്നു കരുതിയത്. പിന്നെയാണ് നമ്മുടെ ഹാവ്ലോക്കിലുള്ള കാലാപ്പത്തർ ബീച്ച് ഒരു ഭയങ്കര അടിപൊളി ഡെസ്റ്റിനേഷനാണ്. അത് നമ്മുടെ സ്റ്റേയുടെ അടുത്താണെന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞത്. പിന്നെ അങ്ങോട്ട് പോയേക്കാം എന്ന് കരുതി എപ്പം ഇറങ്ങുന്ന പോലെ ഇറങ്ങിയ പാടെ ചെറിയൊരു മഴ പെയ്തു. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് കണ്ടൊരു തട്ടുകടയിലേക്ക് ഇറങ്ങി. അവിടെ നിന്ന് കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ടാട്ടോ അവിടെ നിന്ന് ഞങ്ങൾ കാലാപത്രയിലോട്ട് പോയത്. കാലാപത്ര ബീച്ച് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. അപ്പം ഞങ്ങൾ ചെന്നിറങ്ങിയ സ്ഥലത്ത് കുറച്ച് കല്ലൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേയും കൂടെ മുമ്പിലോട്ട് പോയിട്ടാണ് ഞങ്ങൾക്ക് സേഫായിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടുപിടിച്ചത്. അവിടെ നിന്നും ഞങ്ങൾ ഷെല്ല് വറുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ വെറൈറ്റി ആയിട്ടുള്ള ഷെൽസ്, ചെറിയ ചെറിയ നല്ല ഫ്ലവറിൻ്റെ അറേഞ്ച്മെൻ്റൊക്കെ ഉള്ള കോറൽസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പരിപാടി അതായിരുന്നു. എനിക്ക് ബീച്ചിലോട്ട് അങ്ങനെ ഇറങ്ങി കളിക്കുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെയൊക്കെ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഒരു കിലോമീറ്റർ നടന്നു പോയാലും വലിയ ആഴോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ബീച്ചിലോട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കാം. അത്ര സേഫാണ് നമ്മുടെ ഹാവ്ലോക്കിലെയും പോർട്ട് ബ്ലെയറിലെയും ഒക്കെ ബീച്ചസ്. പിള്ളേർക്ക് പിന്നെ എത്ര വെള്ളത്തിൽ കളിച്ചാലും മതിയാവുമല്ലായിരുന്നു. പിള്ളേർക്കും പിള്ളേരുടെ അപ്പനും ദോശായൻ ഒരു ബീച്ച് പേഴ്സൺ ആണെന്നുള്ളത് ഈ ഒരു ട്രിപ്പോടുകൂടെയാണ് മനസ്സിലായത്. മത്സ്യകന്യക അടിഞ്ഞു കയറിയതല്ലേ? അതൊക്കെ അടിഞ്ഞു കയറിയതല്ല, കുത്തി കയറിയത്. മത്സ്യകന്യകന്മാരെ ക്ലിക്ക് 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 ക്ലിക്ക്. ഞങ്ങൾ ബീച്ചിന്റെ നടുവിലാണോ സുഹൃത്തുക്കളെ? നിങ്ങൾ അങ്ങനെ തന്നെ കരുതണം. ഞാൻ കേറാനായി കുറെ നേരമായി പറയുന്നു, പക്ഷെ ഇവർ അനുസരിക്കുന്നില്ല. ഇവർ അനുസരിക്കണ്ടേ ഗൈസ്? കമന്റ് ചെയ്യൂ, യെസ് ഓർ നോ. അങ്ങനെ കമന്റ് ചെയ്തു തന്നെ പറഞ്ഞ് കമന്റ് ചെയ്യണം എല്ലാവരും. ജോസാനും പിള്ളേരും നിർബന്ധിച്ച് ഞാനും ബീച്ചിലോട്ട് ഇറങ്ങി കേട്ടോ. നമുക്ക് ഇത്രയും ഇറങ്ങാൻ നമുക്ക് നമ്മുടെ കേരളത്തിലെ ബീച്ചുകളിൽ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ കരുതുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് എന്തോരം ബീച്ചുള്ളതാണ്. എന്നാലും ഇവർക്ക് വെള്ളം കാണുമ്പോൾ ഭയങ്കര ഒരു കൊതിയാണ്. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഷെൽസൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോയി. കവുങ്ങൻ തോട്ടം കണ്ടപ്പോൾ ഒരു കൊതി വന്നു കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കവുങ്ങൻ തോട്ടം കണ്ടപ്പോൾ ഞങ്ങൾ രാത്രിയിൽ അടുത്തുള്ളൊരു ടൗണിൽ കഴിക്കാനായിട്ട് പോയി. അവിടെ ചെറിയ തട്ടുകട മോഡലിൽ നമ്മുടെ ചിക്കൻ ഫ്രൈയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിള്ളേർക്ക് ബർഗറും ഞങ്ങൾ ഒരു എഗ് റോളൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോയി. നാളെ നമുക്ക് സ്ക്യൂബ ഡൈവിങ് ചെയ്യാൻ പോകാനുള്ളതാണ്. പോയി കിടന്ന് ഉറങ്ങണ്ടേ പെട്ടെന്ന്.